ബാലഗോകുലം ദക്ഷിണ കേരളത്തിന്റെ 51ാം സംസ്ഥാന വാർഷിക സമ്മേളനം 2026 ജൂലൈ 3, 4, 5 തീയതികളിൽ മാവേലിക്കരയിലെ വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂൾ ക്യാമ്പസിൽ നടക്കും. പാറശാല മുതൽ ആലുവ വരെയുള്ള ദക്ഷിണ കേരളത്തിലെ വിവിധ താലൂക്കുകളിൽ നിന്നുള്ള താലൂക്ക്, ജില്ലാ, സംസ്ഥാന പ്രതിനിധികളും ബാലസമിതി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് കേരളത്തിൽ ബാലഗോകുലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളിൽ മൂല്യബോധവും രാഷ്ട്രസ്നേഹവും ഒക്കെ തന്നെ വളർത്തിക്കൊണ്ട് നല്ല വ്യക്തിത്വമുള്ള ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ബാലഗോകുലത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. അതിനായിട്ട് എല്ലാ ആഴ്ചകളിലും 1.5 മണിക്കൂർ ഉള്ള ഗോകുല ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇന്ന് നമുക്കതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ബാലഗോകുലം പ്രവർത്തനത്തിനെക്കുറിച്ച് വളരെ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ട് താനും. കാരണം 2047 ഈ രാഷ്ട്രം സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഭാരതത്തിനെ ലോകരാഷ്ട്രങ്ങളുടെ ഏറ്റവും മുന്നിൽ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഏവരും പ്രവർത്തിക്കുമ്പോൾ ഇന്നത്തെ ബാലകർ ആ സമയത്ത് മുതിർന്ന പൗരന്മാരാണ് ഈ രാജ്യത്തെ. അപ്പോൾ ഈ രാഷ്ട്രത്തെ നയിക്കാനായിട്ട്, മുന്നോട്ട് നയിക്കാനായിട്ട് ഉതകുന്ന തരത്തിലുള്ള ശക്തമായൊരു സമൂഹത്തിനെ സൃഷ്ടിക്കുക എന്നതും കൂടെ ബാലഗോകുല പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശമാണ്. ജൂലൈ 3, 4, 5 തീയതികളിൽ നടക്കുന്ന ഈ ഒരു സംസ്ഥാന തല സമ്മേളനം 3-ാം തീയതി നമ്മുടെ ഈ ദക്ഷിണ ഭാഗത്തിൻ്റെ നിർവാഹക സമിതി, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കൂടുന്ന ദിവസമാണ്. 4ഉം 5ഉം പ്രതിനിധികളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള പരിശീലന പരിപാടികൾ, അതേപോലെ തന്നെ ആ തരത്തിലുള്ള പ്രമുഖ വ്യക്തികളെ കൊണ്ടുവന്നിട്ട് മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് 4-5 ദിവസങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ അവലോകനം നടത്തുകയും വരുംകാല പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകുന്ന പദ്ധതികളും തീരുമാനങ്ങളും രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിന് സമ്മേളനം പ്രധാന വേദിയാകും. സമ്മേളനത്തോടനുബന്ധിച്ച് ജൂലൈ 3 രാവിലെ 10 മുതൽ വൈകുന്നേരം 6 വരെ സംസ്ഥാന നേതാക്കളുടെ സംസ്ഥാന നിർവാഹക സമിതിയും നടക്കും. സംഘടനയുടെ പ്രവർത്തനങ്ങൾ, ഭാവി പദ്ധതികൾ, വിവിധ സംഘടനാപരമായ വിഷയങ്ങൾ എന്നിവ യോഗത്തിൽ ചർച്ച ചെയ്യും. ഓണാട്ടുകരയുടെ സമ്പന്നമായ കലാ സാംസ്കാരിക പൈതൃകത്തിന്റെ കേന്ദ്രമായ മാവേലിക്കരയിൽ അരങ്ങേറുന്ന ബാലഗോകുലം ദക്ഷിണ കേരളത്തിന്റെ ആദ്യ സംസ്ഥാന വാർഷിക സമ്മേളനം എന്ന പ്രത്യേകതയും ഈ സമ്മേളനത്തിനുണ്ട്. സംഘടനയുടെ സുവർണ ജയന്തിക്ക് ശേഷം സംഘടിപ്പിക്കുന്ന ഈ സമ്മേളനം ദക്ഷിണ കേരളത്തിലെ ബാലഗോകുല പ്രവർത്തനങ്ങൾക്ക് പുതിയ ദിശയും നവോന്മേഷവും പകരുന്ന ചരിത്രപ്രധാനമായ സംഗമമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ.